SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. SFI തുടരുന്നത് പ്രാകൃതമായ സംസ്കാരം. തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് SFI ബാധ്യതയാകുമെന്ന് ബിനോയ് വിശ്വം. SFI ആ ശൈലി തിരുത്തിയേ തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അത്. അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് SFIക്ക് നിരക്കില്ല. SFIയിലെ സുഹൃത്തുക്കൾ, സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം. ഇതിൻ്റെ ആരംഭം 1936-ലാണ്. AISFൻ്റെ പിറവിയാണ് ഇതിൻ്റെ ആരംഭം. അവിടെ മുതൽ ഇങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചൊരു സത്പാരമ്പര്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും പാഠങ്ങൾ നമുക്കറിയില്ല. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, SFIക്കെതിരെ രൂക്ഷ വിമർശനമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും CPIയുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോഴത്തെ SFIക്കാർക്ക് ഇടതുപക്ഷം എന്നുപോലും അറിയാത്ത സാഹചര്യമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്? രോഹിണി, SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയിട്ടുള്ളത്. SFIക്ക് അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ആഴം അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല എന്നും പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ SFI എന്ന പ്രസ്ഥാനം അവരുടെ ശൈലി തിരുത്തിയേ കഴിയൂ. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല SFIയുടേത്. പ്രാകൃതമായ സംസ്കാരമാണ് അവർ പിന്തുടരുന്നത്. ഒപ്പം തന്നെ SFIയിലുള്ളവർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം. ആ ചരിത്രം അറിയില്ലെങ്കിൽ അവരെ അത് പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് തന്നെ ബാധ്യതയായി മാറുമെന്നാണ് ആലപ്പുഴയിൽ ഒരു ചടങ്ങിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിരൂക്ഷമായി SFIയെ വിമർശിച്ചത്. രോഹിണി, നിഷ, നമുക്കറിയാം പലപ്പോഴും LDFന്റെ CPMലെ പല നയങ്ങളും ഉയർത്തി പറയുന്നത് CPI ആണ്. പക്ഷേ പിന്നീട് അവർ ശക്തമായ ഭാഷയിൽ ആ വിഷയം കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. SFIയുടെ കാര്യത്തിലും ഒരുപക്ഷെ ഇത്തരമൊരു മാധ്യമങ്ങളോടുള്ള പ്രതികരണം മാത്രമായി ചുരുങ്ങാനുള്ള സാഹചര്യം തന്നെയാണോ ഈ വിഷയത്തിലും കാണുന്നത്? രോഹിണി, അങ്ങനെ തന്നെ നമുക്ക് കരുതണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPMനെതിരെ പോലും ബിനോയ് വിശ്വം രംഗത്ത് വന്നിരുന്നു. ആ ഒരു രീതി തന്നെ അദ്ദേഹം ഈ SFIയുടെ കാര്യത്തിലും പറഞ്ഞു വെക്കുകയുണ്ടായി. തീർച്ചയായും CPIക്ക് CPMന്റെ ആ നയവുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന രീതിയിൽ തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ഈ അടുത്തിടെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ തന്നെ വേണം അദ്ദേഹം ഈ SFIയെ വിമർശിച്ചതും കാണാൻ. SFI ഇടതുപക്ഷത്തിന് ചേർന്ന, ഇടതുപക്ഷം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CPM CPI ചേർന്ന ഒന്നിച്ചുള്ള പ്രസ്ഥാനമാണ്. പക്ഷേ CPMന്റെ ചില ആശയങ്ങളും ഒപ്പം തന്നെ SFI അടക്കമുള്ള അവരുടെ ആശയങ്ങളും ഒക്കെ തന്നെ CPIക്ക് ഒട്ടും യോജിച്ചു പോകാൻ കഴിയാത്ത രീതിയിലുള്ളതാണ് എന്നാണ് അദ്ദേഹം അടുത്തിടെയായി പറഞ്ഞു വെക്കുന്നത്. രോഹിണി, ശരി. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.